അപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത് ശ്രീമാൻ കുഞ്ഞികൃഷ്ണൻ തോത്തൂരി കടമേരി ഭാഗം ആയഞ്ചേരി വില്ലേജ് എന്ന വ്യക്തിയുടെ മുമ്പിലാണ്. തോത്തൂരി എന്നാൽ ഈ കടമേരി ഭാഗത്ത് ഏറ്റവും അറിയപ്പെടുന്നത് മഹത്തായ ഒരു തറവാടാണ്. അതിൻ്റെ കാരണവന്മാർ അങ്ങേയറ്റം കരുണയും സ്നേഹവും സാമൂഹിക ബോധവും പ്രദർശിപ്പിച്ച വ്യക്തികളാണ്. ആ തറവാടിൻ്റെ മാഹാത്മ്യം പേരിക്കൊണ്ട് ഇപ്പം കാണുന്നതായിട്ടുള്ളത് എൻ്റെ മുമ്പിലുള്ള കുഞ്ഞികൃഷ്ണനാണ്. കുഞ്ഞികൃഷ്ണൻ ക്ഷേത്രം. പിന്നെ എപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുന്നത്? ഒരു കൊല്ലമായി. അതിന് മുമ്പ് വരെ 3 പശുക്കുട്ടികളും പശുവും പിന്നെ അതിൻ്റെ 2-3 കുട്ടികളും 3 ആട്, കോഴി, താറാവ്, നെല്ല്, പിന്നെ കവുങ്ങ്, തെങ്ങ്, വാഴ, കോവയ്ക്ക, പൊട്ടിക്ക, പയറ്, വെണ്ട, കരിയങ്ക എന്നിവ, ചീര, ഇങ്ങനെ വ്യത്യസ്തമായ ഒത്തിരി കൃഷികൾ ചെയ്ത് പ്രാവീണ്യമുള്ള ഒരു വ്യക്തിയാണ്. നമ്മളെല്ലാവരും പറയും കുട്ടികൾ മണ്ണിൽ കളിക്കില്ലായിരുന്നു. പക്ഷേ ഈ മണ്ണിനോട് കളിച്ച് അതിനെ സ്വർണ്ണമാക്കി മാറ്റിയ ഒരു മഹത് വ്യക്തിയാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിനൊരു ബ്ലോക്ക് വരികയും എന്നിരുന്നാലും ഇപ്പോഴും അത്യാവശ്യം വേണ്ട പ്രവൃത്തികളൊക്കെ ചെയ്യുകയും പൂർണ്ണ ആരോഗ്യവാനായിട്ട് തുടരുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് എന്തായാലും ഒരു ദീർഘായുസ്സ് ഉണ്ടാകട്ടെ. കഴിഞ്ഞ വർഷത്തെ ആയഞ്ചേരിയിലെ മികച്ച കർഷകൻ എന്ന അവാർഡ് കരസ്ഥമാക്കിയതാണ് കാണിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ്. അപ്പം ആ കർഷകനോട് അദ്ദേഹത്തിൻ്റെ ജീവിതം എത്ര വയസ്സായി? 74 വയസ്സായ അദ്ദേഹത്തിന് ജീവിതത്തിലെ ഒത്തിരിയേറെ അനുഭവങ്ങൾ കൈപ്പേരിയതും അല്ലാത്തതുമായ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിക്കാണും. ഇത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി. ഒരു മിനിറ്റ് സഹധർമ്മിണിയാണ്. ഈ കർഷകൻ്റെ ഒപ്പം പണിയെടുക്കുന്ന ഒരു കർഷക സ്ത്രീയാണ് പ്രസന്ന ചേച്ചി. ഓക്കെ. അപ്പം അവർ 2 പേരും ഒരുമിച്ചാണ് ഈ കുടുംബം തുറഞ്ഞു മുമ്പോട്ട് കൊണ്ടുപോയത്. 2 ആൺമക്കളുണ്ട്. അവർ 2 പേർക്കും നല്ല ഉദ്യോഗമുണ്ട്. എന്നിരുന്നാലും അവരും ഈ കൃഷിപ്പണിയെ അച്ഛനെ സഹായിക്കുമായിരുന്നു.
അങ്ങനെ അത് ഒത്തൊരുമിപ്പുള്ള ഒരു കുടുംബമാണ്, മാതൃക കുടുംബം എന്ന് വേണം പറയാൻ. ആ കർഷകനോട് എനിക്ക് ചോദിക്കാവുന്നത്, കർഷകൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, അതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ, നിർദ്ദേശിക്കാനുണ്ടോ, പിന്നെ സ്വന്തം ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ, കൈപ്പേരിയ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടാണ് അതിനെ എങ്ങനെ അതിജീവിച്ചു എന്ന് കൂടി പറയുക. പിന്നെ കർഷകന് പറയാനുള്ള ഉപദേശങ്ങൾ അതും പറയാം. 74 വയസ്സായില്ലേ. ബുദ്ധി, യൗവനം, വിദ്യാഭ്യാസം. കുറേ വിദ്യാഭ്യാസം കഴിഞ്ഞില്ലേ? ഇല്ല, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചു. 10ാം ക്ലാസ്. അത് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ഒരു കോപ്പറേറ്റീവ് കഴിഞ്ഞു. ബാങ്കിലൊന്നും പോയിട്ടില്ല. അന്നേരം നമ്മൾ കൃഷിയിലേക്കാണ് തിരിഞ്ഞത്. നിങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ആ തറവാട് എവിടെയാ? ഓ, അതെവിടെയാ വീടോ? വീട് ഇവിടെ തന്നെ, തോട്ടോളി. ഇപ്പം നിങ്ങൾ ഈ താമസത്തിൽ അങ്ങനെ തന്നെയാ? അതെ. അത് ശരി. ഞാൻ നിങ്ങളുടെ വേറെ തറവാടാണ് കണ്ടിരുന്നത്. അത് ശരി. അപ്പം കൃഷിയിലേർപ്പെട്ടു. അന്ന് മൊത്തം നമ്മുടെ കുടുംബത്തിൽ 5 ഏക്കർ നെൽകൃഷി ഉണ്ടായിരുന്നു. ഒരു വായിക്കുന്നതിന് മുമ്പേ ഒരു 6-7 ഏക്കർ തെങ്ങും തോട്ടം ഉണ്ടായിരുന്നു. പിന്നെ നെൽപ്പാടോ? ഓ, നെല്ല് തന്നെ 5 ഏക്കറോട് ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. അതെല്ലാം നോക്കാൻ വേറെ പുറത്താണ്. ബാക്കിയെല്ലാം എല്ലാ ഉദ്യോഗസ്ഥന്മാരായിരുന്നു. ഞാനാണ് നോക്കിയതെല്ലാം. ഇക്കൊല്ലം എന്ത് പറ്റി? ഇക്കൊല്ലം പച്ചക്കറിയൊന്നും ഇപ്പോൾ ഉണ്ടാകാൻ പറ്റുന്നില്ല. മുള്ളൻ, കാട്ടുപന്നി, ഇങ്ങനെ കൊണ്ടുള്ള വളരെ ബുദ്ധിമുട്ടാണ്. ഒരു സാധനം ഉണ്ടാകാൻ പറ്റുന്നില്ല. എല്ലാം നശിപ്പിച്ച് കളയുന്നുണ്ട്. തെങ്ങ്, കവുങ്ങ്, വാഴ, ഇതെല്ലാം വലിയ കാട്ടുപന്നി നശിപ്പിക്കുന്നുണ്ട്. മറ്റ് പച്ചക്കറിയെല്ലാം മുള്ളൻ പന്നി അതും നശിപ്പിക്കുന്നുണ്ട്. ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. മറ്റേ നമ്മളെ ആവശ്യത്തിൽ ഒരു ധാരാളം പച്ചക്കറി ഉണ്ടാക്കുന്നതാണ്, വിൽക്കുവാനുണ്ടാകുന്നത്. ഇപ്പോൾ പ്രാവശ്യം ഉണ്ടായിട്ടില്ല, മുഴുവൻ തിന്നുകൾ. നെൽകൃഷി പാകാൻ താമസിച്ചു. നെൽകൃഷി ഇപ്രാവശ്യം വാഴ കൊണ്ട് ബുദ്ധിമുട്ടായി. നെൽകൃഷി ഇപ്പം പണ്ട് കാലത്ത് നടലായിരുന്നു. ഇപ്പം നടാൻ ആളില്ല, നടലില്ല, വിതച്ചിടലാണ്. അതുകൊണ്ട് നെല്ല് പകുതിൻ്റെ താഴെ ഉണ്ടാകുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഭാവിച്ചിട്ട് കുറച്ച് ഇപ്പം നമ്മുടെ അടുത്തൊരു 2 ഏക്കറോളം കൃഷി ചെയ്യുള്ളൂ ഏതാണ്ട്. കൂട്ടു സ്വത്തെല്ലാം ഭാവിച്ച് വെച്ച് കുറച്ച് മറ്റുള്ളവരുടെ കൈവശമാണ് ഒന്നും മാറി വരല്ല. എനിക്ക് 2 സഹോദരിമാരും ഞാനാളുടെ. ഒരു സഹോദരി മരിച്ചിരിക്കും, മറ്റുള്ളവർ പോകും. പിന്നെ സർക്കാർ എന്തെങ്കിലും പരിഹാരം ചെയ്യുന്നുണ്ടോ? സർക്കാർ അവർ ഒന്നുമില്ല. ഒരു നെൽകൃഷിക്ക് ഒരു ബോണസ് എന്നിട്ട് ഒരു കുറച്ച് പൈസ, 1 ഏക്കർക്ക് ചെറിയൊരു പൈസ കിട്ടുന്നുണ്ട്. വേറെ ഇതൊന്നും. പിന്നെ മുള്ളൻപന്നിയെയും കാട്ടുപന്നിയും അത് ഈ
സർക്കാർ നിയമപ്രകാരം അതിനെ ഉന്മൂലനം ചെയ്യുന്ന കേസല്ലേ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പം മറ്റേ പന്നി ആക്രമണം തുടങ്ങിയാൽ പഞ്ചായത്തിൽ പോയ ഷൂട്ടറെ കൊണ്ടുവന്ന് വെടിവെക്കാൻ, അതൊന്നും അത്ര പ്രായോഗികമാകുന്നില്ലല്ലോ. നമ്മൾ ഷൂട്ടറെ വെടിവെച്ചാൽ അവർക്ക് പൈസ കൊടുക്കണം, 1500 രൂപയാണ് കൊടുക്കേണ്ടി വരില്ല. അവരെ കൂട്ടിക്കൊണ്ടുവന്ന് കൊണ്ടുവന്നാൽ ഷൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ തോക്കൊന്നുമില്ലല്ലോ. ഇപ്പം തോക്കിലെല്ലാം എല്ലാം പോലീസ് സ്റ്റേഷനിൽ അനാമത്ത് വെച്ചിരിക്കുമല്ലോ. ഇവിടെ അടുത്ത് കുറേ അപ്പുറം അരുവ അങ്ങനെയുള്ള ഒരാളായിട്ടാണ്. വെള്ളം വന്ന് വ്യാപകമായി പണ്ടൊന്നും ഇല്ലാത്തതാണ്. ഇപ്പോൾ പന്നി പറഞ്ഞു കേൾക്കുമെന്നല്ലോ, പന്നീനെ കാണലേ ഇല്ല. ഇപ്പം ഇഷ്ടം പോലെ കാണാം. മനുഷ്യരെ ആക്രമിക്കാറുണ്ടോ? ഓ, മനുഷ്യരെ ആക്രമിക്കുന്നുണ്ട് അത്യാവശ്യം. ഇവിടെ അരൂരെല്ലാം ആക്രമിച്ചിട്ടുണ്ട്. സൈക്കിൾ രാത്രിയെല്ലാം പോകുന്നത് ഇത് കൂട്ടത്തോടെ വരുന്നതാണെങ്കിൽ ഒന്നും ഒരു സാധനം ഉണ്ടാക്കുക. തെങ്ങ് തൈ വരെ എല്ലാം പിഴുത് എറിഞ്ഞത്. പിന്നെ ഈ തെങ്ങ് തട എടുത്തിട്ട് ചാണകം ഇട്ടാൽ അതങ്ങനെ കുത്തിക്കിളച്ച് ഇതായി കളയും. പിന്നെ വയലിൽ കതിരാകുന്ന നേരത്ത് അതും ഈ മണ്ണലേനെയും മറ്റേ പിടിക്കാൻ വേണ്ടി രായ കുഴിച്ച് ഇതായി കളയും. നെല്ല് നശിച്ചുണ്ട് കുറേ. അതെ, ഞാൻ ചോദിച്ചിട്ട് എനിക്കും മറ്റുള്ളവർക്കും സഹായകരമാകുന്ന ഒരു വിഷയമാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യുന്നു. എന്തായിട്ടില്ലേ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ, സങ്കീർണമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കാണല്ലോ. അതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്ത് മുമ്പോട്ട് പോയി? നമ്മൾ കുറേ പ്രശ്നങ്ങൾ വന്ന നമ്മളൊരു മാനസികമായിട്ട് തളരാണ്ട് നിൽക്കലേ നോക്കിയിരുന്നു. ബാക്കിയുള്ള രോഗങ്ങളെല്ലാം വരുന്ന ചികിത്സിക്കുക മറ്റേ ഇതെല്ലാം ചെയ്യാന്നല്ലാണ്ട് പിന്നെ സാമ്പത്തികമായിട്ടുള്ള വെച്ചാൽ എനിക്ക് മാത്രമേ ജോലി ഇല്ലാണ്ടുള്ളൂ, ബാക്കിയുള്ളവർക്കെല്ലാം ജോലിയുണ്ട്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. പിന്നെ എന്നെ ഈ അടുത്തനാൾ എന്നെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കത്തുന്ന ജ്വാല പോലെ ഒരു ചോദ്യം വരാറുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയുടെ വിയോഗം. ഇപ്പം ആൾക്ക് അറിവുള്ളതാണ്. ഇപ്പം 2 ആണ്ട് കഴിഞ്ഞു. ഭാര്യയുടെ വിയോഗം എന്നെ അങ്ങേറ്റം തളർത്തിയൊരു സംഭവമാണ്. അതിനു മുമ്പും ചിന്തിക്കാറുണ്ട്. എങ്കിലും അതിനുശേഷം എൻ്റെ മുന്നിൽ ഒരു ചോദ്യം വന്നു. എന്താണ് ജീവിതം? എന്താണ് മരണം? നമ്മളെല്ലാവരും ജീവിക്കുന്നു. പക്ഷെ എന്നാലും ജീവിതം എന്നാലെന്ത്, മരണം എന്നാലെന്ത്? ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് മരണം എന്നുള്ളൊരു സാധനം സ്വയം എല്ലാവർക്കും ഉണ്ടാവില്ല. നാശം ഉണ്ടാവുമല്ലോ. നാശമില്ലാത്ത സാധനമൊന്നുമില്ലല്ലോ. എൻ്റെ അഭിപ്രായം എങ്ങനെയാണ്, ഭൂമിക്ക് എല്ലാ സംഗതിക്കും നാശമുണ്ട്. ജീവിക്കുന്ന കാലത്ത് നമ്മൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുക എന്നേയുള്ളൂ. അതിപ്പോൾ നമ്മളിപ്പോൾ ആരായാലും ഒരു കാലത്ത് മരിച്ചേ മതിയാവും. ഭാര്യ മരിക്കും, ഞാൻ മരിക്കും, മറ്റുള്ളവരും മരിക്കും. അത് നമ്മൾ അതിജീവിക്കുക എന്നുള്ളതല്ലേ, നമുക്ക് മറക്കാനുള്ള കഴിവുണ്ടാവുമല്ലോ. അതും ഭഗവാന്റെ തരുമല്ലോ. ശരിക്കും അതിനെപ്പറ്റി ഇത് മരിച്ച
നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് പ്രകൃതി നിയമമല്ലേ. ഞാൻ കണ്ടപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. ജീവിതം മരണം. ശരിക്കും ജീവിതവും മരണവും ഇരട്ടകളാണ്. ഒരു തുണി ജനിക്കുന്നു, അതിൻ്റെ ഗുണം ഇല്ലാതായി കുഞ്ഞായി പുറത്തു വരുന്നു. ഒന്നില്ലാതാകുമ്പോഴാണ് മറ്റൊന്ന് ഉണ്ടാകുന്നത്. ജനിക്കുമ്പോഴേ മരണം സംഭവിക്കുന്നു എന്നതാണ് വാസ്തവം. കുഞ്ഞിന് വളർച്ചയുണ്ടാകുന്നു അല്ലേ? കുഞ്ഞിൻ്റെ സെല്ലുകൾ മരിക്കുകയും പുതിയ സെല്ലുകൾ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. നമ്മളുടെ ശരീരത്തിലെ ജനിച്ച സമയത്തുള്ള തലച്ചോറോ സെല്ലുകളോ അവയവങ്ങളോ ഒന്നുമല്ല നമ്മൾ ഇപ്പം. ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. ഈ മാറ്റം സംഭവിക്കുന്നത് ഈ സെല്ലുകളുടെ നിരന്തരമായ മരണവും പിന്നെ പുനർജനനവും ഒരുമിച്ച് നടക്കുന്നതുകൊണ്ട് ബാല്യകാലത്ത് ഈ സെല്ലുകളുടെ ഉൽപ്പാദനം അമിതമാവുകയും അങ്ങനെ വളർച്ച പ്രാപിക്കുന്നു. മധ്യവയസ്കനാകുമ്പം അതിൻ്റെ വേഗത കുറയുന്നു. വയസ്സനാകുമ്പോൾ വീണ്ടും വേഗത കുറയുക മാത്രമല്ല സെല്ലുകളുടെ നശീകരണം സംഭവിക്കുന്നു. അങ്ങനെ നമ്മളെല്ലാവരും മരണത്തിലേക്ക് അടുക്കുന്നു. ഈ മരണവും ജനനവും ഒന്നോടുമൊന്ന് കെട്ടിപ്പിണഞ്ഞിരിക്കുന്ന സംഭവമാണ്. ഒന്നും ഇല്ലാതാകുമ്പോഴേ മറ്റൊന്നും ഉണ്ടാകാൻ പറ്റുമോ? ഒരു കർഷകൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നെല്ല് ഇല്ലാതായാലേ നെൽച്ചെടി ഉണ്ടാവും. ആ നെൽച്ചെടിയിൽ കതിരുണ്ടാവും. ആ കതിര് ഉണ്ടാകുമ്പോൾ ചെടി നശിക്കും, പിന്നെ വീണ്ടും നെല്ലായി മാറുന്നു. ഒന്നും പൂർണ്ണമായി ഇല്ലാതാവുന്നില്ല. ഒന്നും ഇല്ലാതായാൽ മറ്റൊന്നുണ്ടാകും. ഒരു കടലാസ് കെട്ടിച്ചാൽ അത് അതുപോലെ തന്നെയല്ല മനുഷ്യൻ്റെ നമ്മൾ കുട്ടികളുണ്ടാകുന്നു. പിന്നെ അങ്ങനെ റൊട്ടേഷൻ ആയിരിക്കാൻ വരുമല്ലോ. മണ്ണിൽ നിന്നും വന്നു. ഈ ശരീരം എന്താ? ഈ കാണുന്ന മണ്ണാണ് അല്ലേ? ഒരു കർഷകൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ കഴിക്കുന്ന ആഹാരം എന്താ? നമ്മൾ കഴിക്കുന്നത് ഈ മണ്ണാണ് ഇല്ലേ? അല്ലാതെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചാലും മനുഷ്യൻ കഴിക്കുന്നത് ഈ മണ്ണാണ് കഴിക്കുന്നേ. പഞ്ചഭൂതങ്ങൾ ആണ് ഈ ശരീരം. അതിൽ ഒന്ന് മണ്ണ്, 2 ജലം, 3 വായു, 4 ഊഷ്മാവ്, 5 ആഹാരം എന്ന് പറയും. ആഹാരം എന്ന് പറഞ്ഞാൽ രൂപം. രൂപവും ഭാവവും കൂടി ഒരു ആഹാരം. ആഹാരം എന്ന് പറഞ്ഞാൽ സ്പേസ്. ആംഗ്ലേയത്തിൽ പറഞ്ഞാൽ സ്പേസ്, ഇടം, സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ വീണ്ടും അവസാനം പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോവുക. കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കത്തിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം
പഞ്ചഭൂതങ്ങളിൽ ലയിപ്പിക്കുക എന്നതാണ്. പക്ഷെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ബോഡി മാത്രമേ നശിക്കുന്നുള്ളൂ. ബോഡി മാത്രമേ ഉള്ളൂ, പ്രാണൻ നാശമില്ല. അതിന് രൂപവും ഭാവവും മാറുന്നു എന്നേ ഉള്ളൂ. ഇല്ല, ശരീരം പറയാം. ശരീരം പഞ്ചഭൂതങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. കുറച്ച് വായുവായി പോകുന്നു, കുറച്ച് ജലമായി പോകുന്നു, കുറച്ച് മണ്ണായി പോകുന്നു. അത് പിന്നെ മറ്റുള്ള വളമാകുന്നു. വീണ്ടും പുനർജന്മത്തിലേക്ക് പുതിയ ജീവനിലേക്ക് സുഖാന്തരമായിട്ടും സഹായകരമായും മാറുന്നു. അതാണ് ഈ മരണം. ഒറ്റവാക്കി പറഞ്ഞാൽ മരണം എന്നത് ആരും കേൾക്കാത്ത സംഗീതം എന്ന് ഞാൻ പറയുന്നു. കേട്ടിട്ടുണ്ടാണെങ്കിലും മരണം എന്നാൽ ആരും കേൾക്കാത്ത സംഗീതം എന്ന് പറഞ്ഞാൽ മറ്റൊരു സംബന്ധിച്ചോളം ദുഃഖമില്ല, വേദനയില്ല, വിഷമമില്ല, പരാതിയില്ല, പരിഭവമില്ല. ഈ ജീവനുള്ളിടത്തോളം നമുക്ക് ഇതൊക്കെ ഉണ്ട്. കൊച്ചു കൊച്ചു കാര്യങ്ങളാവാം, അല്ലെങ്കിൽ വലിയ കാര്യങ്ങളാവാം. പക്ഷേ പരാതിയും പരിഭവവും സംഘട്ടനങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. മറ്റു കഴിഞ്ഞാലോ സ്വസ്ഥം, സുഖം, വളരെ ആനന്ദകരമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭാര്യയുടെ മരണത്തെ ഞാൻ കാണുന്നു. ശരിക്കും എൻ്റെ ഭാര്യ മരണപ്പെടുന്നത് മകനിവിടെ മറ്റേ ക്ലിനിക്കില്ലേ, എന്തുവാ അതിൻ്റെ ഒരു ക്ലിനിക്ക്, അതിൻ്റെ ഒരു ക്ലിനിക്കില്ലേ, അസ്റ്റേജിൽ കൊണ്ട് കാണിക്കുന്നു. ഭാര്യ എന്നിട്ട് മകനോട് പറയാ, എനിക്ക് ബാത്റൂമിൽ പോകണം. മകൻ കൊണ്ടുപോയി ഇരുത്തി. പിന്നെ ഭാര്യയ്ക്ക് എണീക്കാനാവുന്നില്ല. മോനെ എന്നെ സഹായിക്കുക എന്ന് പറയുക. എൻ്റെ മകൻ സ്വന്തം അമ്മയുടെ ചന്തി കഴുകി വൃത്തിയാക്കി കയ്യിലെടുക്കുന്നു. അന്നേരം കുഴഞ്ഞു വീണു എന്ന് പറഞ്ഞാൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് പ്രധാന അവയം നിലച്ചു എന്ന് വേണം പറയാൻ. അപ്പം പക്ഷേ ഈ മരണം പൂർണ്ണമാകുന്നത് പ്രധാന അവയങ്ങൾ ഇപ്പോൾ ഹാർട്ടാക്കാവുന്ന, അല്ലെങ്കിൽ ലിവറാവാം, ലങ്സ് ആവാം. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ അവയങ്ങളായിരിക്കും. കിഡ്നി ആവാം, അതായിരിക്കും ചിലർക്ക് ഉണ്ടാവുക. അതാണ് പ്രവർത്തനം അയച്ചു, അത് മറ്റൊന്നിനെ ബാധിക്കും. അങ്ങനെ ഓരോ അവയവങ്ങളും പടിപ്പടിയായി മരണത്തിലേക്ക് പോകും. അതിന് 24 മണിക്കൂർ വേണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. 24 മണിക്കൂർ കൊണ്ട് ഒരു ഡോക്ടർ വന്ന് നോക്കിയിട്ട് കൈ നോക്കിയിട്ട് പറയാ, ഇത്ര മണിക്കൂറായി മരണം സംഭവിച്ചിട്ട്. 4 മണിയാകുമ്പോൾ മരണം ഉണ്ടായി കാണും. ഇന്ന് പിന്നെ അടുത്ത ദിവസം രാവിലെ 4 മണി വരെ ശരീരത്തിലെ സെല്ലുകളിൽ പലതും ജീവനുണ്ടാകും. കാരണം അവിടെ കിടത്തിയിരിക്കുന്ന ശരീരം കണ്ടാലേ ജീവന്റെ ശരീരമായിട്ടാണ് തോന്നുക. കുഞ്ഞി രോമങ്ങൾ
ഇങ്ങനെ കാത്തത്താകുന്നു. ഉം. ഞാനിത് നടത്തുന്നത് കാണുക. ആ ഞാൻ സംസാരിക്കാതെ ഇരുന്നത് അദ്ദേഹം കേൾക്കുന്നില്ലായിരിക്കാം, പക്ഷേ ഞാൻ സംസാരിക്കാം. അപ്പം മരണം വല്ലാതെ എന്നെ തളർത്തി. പക്ഷെ മരണം അനിവാര്യമാണ്. അത് ജനനമുണ്ടെങ്കിൽ മരണമുണ്ടാകും, മരണമാണെങ്കിൽ മറ്റൊരു ജനനമാവുകയും ചെയ്യും. അത് മറ്റൊന്നിൻ്റെ ജനനത്തിന് ഹേതുവാകും എന്നതാണ് വാസ്തവം. പക്ഷേ ഈ പറഞ്ഞ പോലെ ആത്മാവ് അത് മറ്റൊരു ചോദ്യമാണ്. ആത്മാവിന് മരണമില്ല. അത് ആത്മാവ് പരമാത്മാവ് എന്നൊക്കെ പറയുന്നത്. എന്നുവെച്ചാൽ ആത്മാവെന്ന് പറഞ്ഞാൽ ജീവൻ, പരമാത്മാവെന്ന് വെച്ചാൽ പരമജീവൻ. അതായത് ജീവശക്തി. അത് ആ സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ജീവനും മരണവും, ജനനവും മരണവും, ജനനവും മരണവും, ഇങ്ങനെ അനുസൂതം ഈ ചക്രം ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുക. ഒരിക്കലും അവസാനിക്കുന്നില്ല. അതിൽ വാസ്തവം. പിന്നെ പറയാം, മരിക്കൽ ഒരു സംശയവും, രണ്ട് സംശയവും ഒരു നിശ്ചയമാണ്. മരിക്കുന്നുള്ളത് നിശ്ചയമാണ്. എപ്പോൾ എവിടെ നിന്നുള്ളതാണ് സംശയം. അതാർക്കും സംഭവിക്കില്ല. ഈ നമ്മളൊരു അച്ഛനെപ്പോഴും പറയാറുണ്ട്, ഒരു നിശ്ചയവും രണ്ട് സംശയമാണ്. എൻ്റെ ഒരു ഗുരുനാഥനുണ്ട്, സദ്ഗുരു. അദ്ദേഹം പറയും, സദാനേരവും മരണത്തിനെ സ്മരിക്കണം. നമ്മൾ തെറ്റ് ചെയ്യല്ല. മരണം ഏത് നിമിഷവും വരും. അതിനെക്കുറിച്ച് നമ്മൾ എന്താ പറയുക, ഇമ്മാർത്തൽ എന്നതിന് മരണം അനിവാര്യമാണ് എന്ന ഒരു ബോധമുണ്ടെങ്കിൽ മനുഷ്യന് ഈ അഹന്ത ഇല്ലാതാവും. കഴിവതും അവൻ ഒരു മനുഷ്യ സ്നേഹിയായി മാറുകയും ചെയ്യും. സമൂഹത്തിൽ നല്ലത് ചെയ്യാൻ അവൻ സാധിക്കും. അവൻ നല്ലത് ഉണ്ടാവുകയും ചെയ്യും. സമാധാനം കിട്ടും. അവൻ്റെ മനസ്സിൽ പകയുണ്ടാവില്ല, വിദ്വേഷം ഉണ്ടാവില്ല. ഇല്ലേ? അത്തരമൊരു വ്യക്തിയാണ് താങ്കൾ എന്ന് ഞാൻ കണ്ടത്. നിങ്ങൾക്ക് ഒരു നേരത്ത് എൻ്റെ ഭാര്യ പറയുകയാണ്, ഭാര്യ എന്നെ തിരിയാകുക. ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് സോഫയിൽ ഇങ്ങനെ കിടക്കുക. 6-6:30 പോകുമ്പോഴത്തേക്കും പോകും. വൈകുന്നേരം 6-7 മണിയൊക്കെയാകുമ്പോഴായി കയറുന്നത്. നിങ്ങൾ അവിടുന്ന് പശുവിനൊക്കെ അയച്ചുകൊണ്ട് വരുന്ന ആ ഒപ്പം വന്ന് ഞാൻ വന്ന് നിങ്ങളോട് ചേരുന്ന് ഒറ്റ വർത്തമാനം പറഞ്ഞ് ആ കുളത്തിൻ്റെ സൈഡിലൊക്കെ പോയിട്ടാ വരിക. വന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്ന ആഹാരം കഴിക്കും. എന്നിട്ട് ഞാൻ കിടക്കും. ഞാൻ അന്ന് ഞാൻ മയങ്ങും. ഭാര്യയ്ക്ക് അസൂയ. എന്നോട് ചോദിക്കുക, നിങ്ങൾക്കിത് എങ്ങനെ സാധിക്കുന്നു? ഇത്രയും ഒത്തിരിയും ഇതൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് നിമിഷനേരം കിടന്നാൽ ഉറങ്ങുക എങ്ങനെ സാധിക്കുന്നു? അത് പിന്നെ ഈ ഭാര്യയുടെ വിരോധം വന്നു കഴിഞ്ഞപ്പം പിന്നെ ഉറക്കമില്ലാതായി. സദാനേരം ചിന്തകളാണ്, ഓരോ ചിന്തകൾ എന്തുമാകാം. ചിന്തകൾ വന്ന് ചിന്തിച്ച് അന്തമില്ലാത്ത രീതി ചിന്ത ദിവസങ്ങളോളം
ആഴ്ചകളോളം ഉറങ്ങാത്ത സമയമുണ്ടായിട്ടില്ല എനിക്ക്. അവസാനം ഞാൻ വലിയ സഹായം തേടേണ്ടി വന്നു. ഇപ്പോൾ ഉറങ്ങുന്നു. ആ ദുഃഖത്തിൽ നിന്നൊക്കെ ഒരു വിധം മോചനം നേടി എന്ന് വേണം പറയാൻ. പക്ഷെ എങ്കിലും പൂർണ്ണമായില്ല. ഇനി താമസിയാതെ അതിന് കഴിയുന്നു. എനിക്കായിട്ട് എന്തെങ്കിലും എന്ത് മാർക്ക് പറയും. എനിക്ക് ജീവിക്കാൻ എന്താണ് ഇനി ഒരു പ്രചോദനം? നമ്മൾ കഴിഞ്ഞ് മറക്കുക തന്നെ. അതെ, ഈ പ്രകൃതി മറന്നു കഴിഞ്ഞു. അല്ലേ, പ്രകൃതിയുടെ നിയമമാണെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കുമെന്നൊക്കെ ബോധം വൃത്തിയില്ലാതെ നമ്മൾ മാനസികമായിട്ട് മാനസികമായിട്ട് ഒഴിവാക്കുമെന്നല്ലാണ്ട് നിവൃത്തിയില്ലല്ലോ. നമ്മളിപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും അവരെ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. ശരിക്കും നമ്മൾ മരിക്കുന്നവരെ എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തല്ലോ. അതുകൊണ്ട് അത് കഴിഞ്ഞു. ഞാൻ ചോദിച്ചിട്ട് ഇനി എൻ്റെ ചുവടുവെപ്പ് അതിനെ ചുവട് വെക്കാൻ ഞാൻ ഇനി അങ്ങോട്ട് നാളെ എന്ന കഴിഞ്ഞ് മുമ്പോട്ട് പോകാൻ എനിക്കൊരു പ്രേരക ശക്തിയായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രേരക ശക്തിയെന്ന് വെച്ചാൽ നമ്മളെ ചെയ്യും മറ്റേ നമ്മൾ എന്തെന്നാ പറയാ നമ്മളെ മറ്റേ മറന്നിട്ട് നമ്മൾ പുതിയ ഇത് ആ ഭാഗെ ചിന്തിക്കാണ്ടിരിക്കണമെന്നല്ല. അത് ചിന്തിക്കാ. അത് കഴിഞ്ഞു. കഴിഞ്ഞല്ലോ. അതെ, പുതിയ നമ്മളെ ഫാമിലി ആയിട്ട് കൂടി ജീവിക്കുക. മറ്റു വേറൊന്നും നോക്കാനാ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുണ്ട്, മക്കളുണ്ട്. ഒരിക്കലും ചെയ്യാനായി നമ്മൾ ചെയ്ത് കൊടുക്കാന്നല്ലാതെ അതിന് വേറെ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേറെ കൂടുതലായിട്ട് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇപ്പം എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഭാരം കഴിയുമ്പോൾ ഞാൻ എൻ്റെ പ്രിയാണ് നമ്മൾ. ഇപ്പം ഇനി എന്നെ സംബന്ധിച്ച് പറയാൻ കുട്ടികൾക്ക് ഒരിക്കൽ പണിയുണ്ട്, ഒരിക്കലും ജീവിച്ചോളൂ. നമ്മളതിനെ വേണ്ടാണ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നു. ഇത് നമുക്ക് അവിടെ രാവിലെ ഭക്ഷണം കേൾക്കണം, മാനസികമായിട്ട് എന്തെങ്കിലും അമ്പലത്തിലോ എവിടെയെങ്കിലും പോയിട്ട് പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ വേറെ എന്താ വെച്ചാൽ നമ്മളെ ആവശ്യത്തിന് സുഖം തോന്നുക ചെയ്യാന്നുള്ളത് വേറെ ഒന്നുമില്ലല്ലോ. ഇപ്പോൾ നമ്മളെവിടെയെങ്കിലും വേറെ ആളുകളായിട്ട് മീറ്റ് ചെയ്യുക, ഇല്ലെങ്കിലും ഫണ്ട്സ് ആരെങ്കിലും കൂടുതലായിട്ട് കൈകാര്യം ചെയ്യാന്നുള്ളത് വേറെ എൻ്റെ അഭിപ്രായമാണ്. നമ്മൾ പിന്നെ അതിനെപ്പറ്റി ശ്രദ്ധിക്കേണ്ടതൊന്നും ചെയ്യേണ്ടതല്ല. നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോഴാണല്ലോ നമുക്ക് പ്രയാസം വരുന്നത്. നമ്മളെ ജീവിതത്തിനെ പറ്റിയിട്ടും പിന്നെ എന്തെല്ലാം ഇങ്ങനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഒരു പ്രശ്നം വരുന്നില്ലല്ലോ. ഇപ്പോൾ ഒരു ആരും കുടുംബക്കാരൊന്നും ഇല്ലാത്തൊരു സന്യാസി, ഏകനായ ഒരു സന്യാസിൻ്റെ ജീവിതം നമ്മൾ ജീവിക്കുന്നെങ്കിൽ പിന്നെ നമ്മൾ നോക്കണമെന്ന് നോക്കാമല്ലോ. അങ്ങനെ വിചാരിച്ചാൽ പറഞ്ഞാൽ മതിയല്ലോ. നമ്മൾ തീർച്ചയായും രാവിലെ എന്തെങ്കിലും ജപിക്കുക, ഇല്ല നാമം ജപിക്കുക. നമ്മളെല്ലാം ജപിക്കുന്നില്ലല്ലോ. നമ്മൾ 10 ഡേകളിലും ജീവിക്കുന്നുണ്ടോ. നമ്മൾ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ടൊക്കെ പോകാന്നല്ലാണ്ട് വേറെ അതിനെ പറ്റിയൊന്നും ചിന്തിക്കാനില്ല. എന്തായാലും ഒരു പച്ചയായ മനുഷ്യൻ വെച്ചാൽ പച്ച മണ്ണുമായി കഴിച്ച മനുഷ്യൻ. എന്തോ അറിയില്ല, ഈ മണ്ണുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് പൊതുവെ ഒരു സൽസ്വഭാവം ഉണ്ടാകും. അത് കർഷകരുടെ പൊതുവെ ഒരുവിധം കാർഷിക മേഖലയിൽ പണിയെടുത്ത് ജീവിക്കുന്നവർക്കൊക്കെ ഒരു ശുദ്ധാത്മാക്കളായിരിക്കും പരമാവധി. അതിന് എക്സെപ്ഷൻ ഉണ്ടാകാം. എനിക്ക് തോന്നുന്നത് ഈ മണ്ണുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവന് ഒരു പ്രത്യേക ഒരു പരിശുദ്ധി ഉണ്ട് എന്നാണ്. ഇല്ലേ? അത് കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയില്ല. നമ്മൾ വേറൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. മറ്റുള്ളവരെ നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മളെ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ
പശു വളർത്തുക, അല്ലെങ്കിൽ പശുവിനെ നോക്കുക. നമ്മൾ ബിസി ആയിരിക്കും, വേറെ ചിന്തിക്കാൻ നേരം ഉണ്ടാവില്ല. ഞാനങ്ങ് പോവല്ലേ, നമ്മൾ വേറെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. നമ്മൾ വേറെ ഒരു ഇതൊന്നും ചെയ്യുന്നില്ല. വിശക്കും ഭക്ഷണം കഴിഞ്ഞാൽ വെറുതാക്കി കാരണം ഒരു ഫ്രീ ആയിരിക്കണേ. ഏതോ ഒരു വ്യക്തി പറഞ്ഞു, ആൻഡ് ഇൻഡസ്ട്രിയസ് മാൻ എന്ന് വെച്ചാൽ മനസ്സിലായോ? എന്ന് വെച്ചാൽ ഏറ്റവും തിരക്കുള്ള വ്യക്തി ഏറ്റവും സന്തോഷമാണ് എന്നാണ്. ഞാൻ ഇവിടെ ഇപ്പം ഇതിലാണ് എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നപ്പം ഞാൻ എത്ര മണിക്കൂർ ഇങ്ങനെ പണിയെടുക്കും. പിന്നെ വന്നത് ക്ഷീണമാണ്, വീട്ടിൽ രസമായി 6 മിനിറ്റ് കിടന്നാൽ ഉറങ്ങി. ഒരു ചിന്തയില്ല, നന്നായിട്ട് ഉറങ്ങും. രാവിലെ എനിക്കും ഉന്മേഷമാനായിട്ട് വീണ്ടും ഇറങ്ങുക. അപ്പം അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ എപ്പോഴും പ്രവർത്തന സജ്ജമായിരിക്കണം. അവനവർക്ക് കൊണ്ട് പറ്റുന്ന പോലെ. അത് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നമുക്ക് വേണ്ടാത്ത ചിന്തകളും ഇതൊക്കെ ഉണ്ടായി അവൻ നശിക്കുന്നു. എന്തായാലും എൻ്റെ ഗ്രൂപ്പുകൾ, എൻ്റെ ഗുരുനാഥന്, എൻ്റെ കാർഷിക മേഖലയിൽ എനിക്ക് എൻ്റെ ഗുരുവാണ് ഇദ്ദേഹം. ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് കാർഷിക മേഖലയിൽ വളരെയൊക്കെ ഉണ്ടാക്കി. അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഗുരുവിനെ നിൻ്റെ ശിഷ്യൻ എന്ന പേര് വാങ്ങണമെന്നുണ്ടായിരുന്നു. അത് സാധിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവരും എൻ്റെ വിനീതമായ കുറിപ്പുകൾ. നമസ്തേ.